നമസ്കാരം, വെൽക്കം ടു മിനീസ് മിനി കിച്ചൺ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു വിഭവം തന്നെയാണ് പുളിയിഞ്ചി. വളരെ സ്വാദോടുകൂടിയ പുളിയിഞ്ചി നമുക്കെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. പുളിയിഞ്ചി നമുക്കെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. ഇത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി നല്ലപോലെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് 1/2 കപ്പ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് രണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് പുളി ഒഴിക്കണം ഇതിലേക്ക്. ഞാൻ ഇതിലൊരു വലിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, കായം 1 ടീസ്പൂൺ ഇത്രയും കൂടെ ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടതാണ് ശർക്കര. ഒരു വലിയ 2 പീസ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുക്കി കൊണ്ടുവരാം. ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.